PMC പദ്ധതിയിൽ ധാരണാപത്രം മരവിപ്പിക്കാൻ ഇന്ന് കത്തയക്കും. കത്ത് തയ്യാർ. ചീഫ് സെക്രട്ടറി കേന്ദ്രത്തിന് അയക്കുന്ന കത്തിന്റെ വിശദാംശങ്ങൾ റിപ്പോർട്ടിന് ലഭിച്ചു. മന്ത്രിസഭാ തീരുമാനമനുസരിച്ചാണ് കരാർ മരവിപ്പിക്കുകയാണെന്ന് കത്തിൽ പറയുന്നു. സബ് കമ്മിറ്റി നിയോഗിച്ച കാര്യവും കത്തിലുണ്ട്. സബ് കമ്മിറ്റി റിപ്പോർട്ട് വരുന്നതുവരെ സംസ്ഥാനം പദ്ധതിയുമായി മുന്നോട്ടു പോകില്ലെന്നും കത്തിൽ പറയുന്നു. മന്ത്രിസഭാ തീരുമാനത്തോട് കേന്ദ്രം സഹകരിക്കണമെന്ന് കത്തിൽ അഭ്യർത്ഥനയുണ്ട്. റാഹിസ് റഷീദുണ്ട് കത്തിന്റെ കൂടുതൽ വിവരങ്ങളുമായി. റാഹിസ് റഷീദ്, PMC പദ്ധതി മരവിപ്പിച്ചുകൊണ്ടുള്ള കത്ത് തയ്യാർ. കത്തിന്റെ ഉള്ളടക്കം എന്താണ് റാഹിഷ്? ഗുഡ് മോർണിംഗ് അരുൺ. കത്ത് തയ്യാറായിട്ടുണ്ട്. ചീഫ് സെക്രട്ടറി കെ ജയതിലക് ഇന്ന് കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പിന് കത്തയക്കും. അതിൻ്റെ ഉള്ളടക്കം പറയുന്നത് മന്ത്രിസഭാ തീരുമാനം അനുസരിച്ചാണ് ഇങ്ങനൊരു കത്ത് കേരളം കേന്ദ്രത്തിന് അയക്കുന്നത് എന്ന് തുടക്കത്തിൽ പറയുന്നുണ്ട്. ഒപ്പം മന്ത്രിസഭ ഈ PM3 വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു സബ് കമ്മിറ്റിയെ നിയോഗിച്ചിട്ടുണ്ട് എന്ന വിവരം കത്തിലുണ്ട്. ആ സബ് കമ്മിറ്റി 7 അംഗ സബ് കമ്മിറ്റിയാണ് നിയോഗിച്ചിരിക്കുന്നത്. ഈ സബ് കമ്മിറ്റി PM3 സംബന്ധിച്ച ഒരു വിശദമായ പഠനം നടത്തും. ആ പഠനത്തിൻ്റെ റിപ്പോർട്ട് വരുന്നത് വരെ കേരളം PM3 കരാറുമായി മുന്നോട്ട് പോകുന്നില്ല. തൽക്കാലം കരാറ് മരവിപ്പിക്കാനുള്ള തീരുമാനമാണ് മന്ത്രിസഭ എടുത്തത്. അതുകൊണ്ട് ഈ തീരുമാനത്തോട് കേന്ദ്രം സഹകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നുണ്ട്. പക്ഷേ ഈ എത്ര നാളത്തേക്കാണ്, അല്ലെങ്കിൽ ഇത്ര മാസത്തേക്ക്, ഇത്ര ആഴ്ചത്തേക്ക്, ഇത്ര സമയത്തേക്കാണ് ഇത് മരവിപ്പിക്കാൻ കേരളം തീരുമാനമെടുത്തത് എന്ന് ഈ കത്തിൽ പറയുന്നില്ല. പകരം സബ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് വന്നതിന് ശേഷം തുടർന്ന് മുന്നോട്ട് പോകണോ എന്ന കാര്യത്തിൽ കേന്ദ്രവുമായി ആശയവിനിമയം നടത്താം എന്നതാണ് കത്തിൽ പറയുന്നത്. കത്ത് തയ്യാറാക്കിയത് വിദ്യാഭ്യാസ വകുപ്പാണ്. അതായത് ധാരണാപത്രം തയ്യാറാക്കിയ വിദ്യാഭ്യാസ വകുപ്പ് തന്നെയാണ് കത്ത് തയ്യാറാക്കിയിരിക്കുന്നത്. ആ കത്തിൻ്റെ ഉള്ളടക്കം CPIയുടെ മന്ത്രിമാരായ സബ് കമ്മിറ്റിയിലുള്ള മന്ത്രിമാരായ കെ രാജനെയും പി പ്രസാദിനെയും ധരിപ്പിച്ചിട്ടുണ്ട്. അവർ കൂടി കത്ത് കണ്ടതിന് ശേഷം അവർ നേരത്തെ പല ആവശ്യങ്ങൾ അവർ ഉന്നയിച്ചിരുന്നു. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ അവർ കൂടി സംതൃപ്തരായതിന് ശേഷമാണ് ഈ കത്ത് ഇന്ന് ചീഫ് സെക്രട്ടറി കേന്ദ്രത്തിലേക്ക് അയക്കുക. അതോടുകൂടി മരവിപ്പിക്കൽ എന്ന മന്ത്രിസഭാ തീരുമാനം യാഥാർത്ഥ്യമാവുകയാണ്. അത് മന്ത്രിസഭാ തീരുമാനമായി തന്നെ കേന്ദ്രത്തിലേക്ക് അയക്കുന്നു എന്നതാണ് മറ്റൊരു കാര്യം. ഇത് മന്ത്രിസഭയിൽ വരാതെ ഉഭയകക്ഷി ചർച്ച നടത്തുകയായിരുന്നെങ്കിൽ അതിനൊരു വാലിഡിറ്റി ഇല്ലായിരുന്നു. പക്ഷേ ഇത് മന്ത്രിസഭയുടെ തീരുമാനമാണ് എന്ന് കേരളം കേന്ദ്രത്തെ കൃത്യമായി തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നുവെന്ന് റാഹിസ് റഷീദ് തിരുവനന്തപുരത്ത് റിപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ